ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കേന്ദ്ര സർക്കാർ കർഷകർ ഉപയോഗിക്കുന്ന രാസവള വില വർധനവിനെതിരെ കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാർ കർഷകർ ഉപയോഗിക്കുന്ന രാസവള വില വർധനവിനെതിരെ കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വരവൂർ, മുള്ളൂർക്കര, ദേശമംഗലം, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ എന്നീ 5 പഞ്ചായത്തിലെ 100 കണക്കിന് കർഷകരുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി CPM ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധ ധർണയും മാർച്ചും കൊച്ചിൻ പാലം ചുറ്റി പോസ്റ്റ് ഓഫീസിലേക്ക് എത്തി. ചെറുതുരുത്തി CI വിനു വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഏരിയ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കർഷകർ ഇന്ത്യയുടെ ഭരണസിലാ കേന്ദ്രത്തിലേക്ക് വന്ന് ഡൽഹി എന്ന ഭരണസിലാ കേന്ദ്രത്തെ സ്തംഭിപ്പിച്ചതും ഈ കർഷക പ്രസ്ഥാനമാണ്. കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കർഷകരെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ കർഷകരെ കടക്കളിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന സമീപനം സ്വീകരിക്കുന്നതോടൊപ്പം കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയുടെ ഭരണതന്ത്രം തിരിക്കുന്നവരായി ഭരണകർത്താക്കൾ മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമുക്കറിയാം, രാസവളത്തിന്റെ വിലവർധനമാണ്. ക്രമാതീതമായി 1ഉം 2ഉമല്ല 250-300 രൂപ വരെ ഒരു ചാക്ക് രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ച് കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഉൽപാദന ചെലവുണ്ടാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ മാർഗമില്ലാതെ അതിന് താങ്ങുവില പ്രഖ്യാപിക്കാതെ ഏതെല്ലാം തരത്തിൽ കർഷകരെ ചോദിക്കാൻ വേണ്ടി കഴിയുമോ എന്ന നിലയാണ് സ്വീകരിക്കുന്നത്. രാസവളം ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത ഗവൺമെന്റായി ഇന്ത്യ ഗവൺമെന്റ് മാറുകയാണ്. വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന രാസവളങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരായി ഇന്ത്യ ഗവൺമെന്റ് മാറുകയാണ്. അങ്ങനെ കൃത്രിമമായി രാസവളം കിട്ടാതെ ഇന്ത്യക്കകത്ത് കർഷകൻ നട്ടം തിരിയുന്ന സാഹചര്യം സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കാർഷിക അല്ലെങ്കിൽ കടങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിനിയോഗിക്കുന്നവരായി ഇന്ത്യ ഗവൺമെന്റ് മാറുകയാണ്. ഏരിയ പ്രസിഡന്റ് NS ജെയിംസ് അധ്യക്ഷത വഹിച്ചു. DYFI ബ്ലോക്ക് ട്രഷറർ മൻസൂർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി U പ്രവീൺ, UB കണ്ണൻ, NG പ്രഭാകരൻ, അജിൽ ജോസ്, PB മനോജ് എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ഏരിയ ട്രഷറർ PT രാജേന്ദ്രകുമാർ സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി CP ഹരിദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.